ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഒക്കെ ചെയ്ത് നമ്മുടെ മനസ്സിലിടം നേടിയ കൊക്കോ വൈബ്സ് ആണ് ഇന്നിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഡയറക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് പ്രണയം? പ്രണയം എൻ്റെ വീഡിയോസിൽ പറയണതൊക്കെ തന്നെയാന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിന്റെ ഒരു കോൺസെപ്റ്റുകൾ അങ്ങനെ അതിന് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സംതിങ് മോർ ദാൻ ദാറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ തോന്നുന്നൊരു ഒരു ഒരു ഭാഗമാണല്ലോ, ഒരു ഭാഗം, ഒരു പുതിയൊരു ഭാഗം. അങ്ങനെ ആ ഒരു ഭാഗത്തിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന എല്ലാം പ്രണയമാണ്. എല്ലാവരുടെയും ഒരു എയിം ഡ്രീം എന്ന് പറയുന്നത് സിനിമയാണ്. ഇപ്പൊ കുറെ പേരൊക്കെ സിനിമ ചെയ്തു തുടങ്ങി. നിങ്ങൾക്ക് ഒരു സിനിമ എന്നൊരു ആഗ്രഹം ഉണ്ടോ? കൊക്കോ പിന്നല്ലാണ്ട് അതിനല്ലേ ഈ കണ്ട അല്ലേ തന്ത്രപ്പാടകളൊക്കെ, എഴുത്ത് പരിപാടികള്, സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പലതും വർക്കായില്ല, ലൈക്ക് പല രീതിയിൽ വന്നു, ഡയറക്ടേഴ്സ് ഒന്നും OTT എന്നായാലും, പക്ഷെ അതൊന്നും ട്രാക്കിലേക്ക് എത്തിയില്ല. പലതും അങ്ങനെ വന്നു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അതിലേക്ക് മേ ബി ടൈമായി ഉണ്ടാവില്ല. കറക്റ്റ് സമയത്ത് നിങ്ങൾ ടീമിന്റെ ഭാഗമാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. സോ അങ്ങനെയുള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാറുണ്ട് പുതിയ ആളുകൾക്ക്. പുതിയതിനേക്കാൾ ഉപരി എനിക്ക് താല്പര്യമുള്ളത് ആക്ച്വലി സംതിങ് യൂണീക്ക് ആയിട്ടുള്ള ഒരു ഫേസും ആയിരിക്കും ഒരു പ്രത്യേകതരാണ്. അനുപമയും അങ്ങനെ തന്നെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്. അത് ആക്ച്വലി ഒരുപാട് ഞാൻ മുന്നിൽ കണ്ടിട്ടില്ല. പക്ഷെ അതാണ് നമ്മൾ ആക്ച്വലി റിയൽ ലൈഫില് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫാൻ ബേസ് ഉള്ളതെന്ന് തോന്നുന്നു എനിക്ക്. ബോയ്സിന്റെ ഇടയിലൊക്കെ ഇവരുടെ ഈ ഒരു സ്റ്റൈലിനൊക്കെ ഭയങ്കര ഒരു ഫെയർനെസിന്റെ ആയാലും എല്ലാം ഉണ്ടല്ലോ. അതൊരു സിനിമയുടെ ഒരു എന്താ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ആര്യാണ് കുറച്ചും കൂടെ അനുപമ ആര്യാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ഈ 90s പ്രണയം 2K പ്രണയം അങ്ങനെ ഒരു ഡിഫറൻസ് നിങ്ങൾ കാണുന്നുണ്ടോ? എനിക്ക് തോന്നിയത് വെച്ചാൽ പ്രണയത്തിന് ഒറ്റൊരു ഇമോഷൻ തന്നെയല്ലേ ഉള്ളൂ. അത് പല ജനറേഷൻ ആണെങ്കിലും അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് മേ ബി സംസാരിക്കുന്ന രീതിയിലൊക്കെ ഉള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി അവർക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തന്നെയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പല സിറ്റുവേഷൻഷിപ്പ് മറ്റൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് പ്രണയത്തിലേക്ക് വരുമ്പോ 90s കിഡിനും 2K കിഡിനും പ്രണയം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് സെയിം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതിനെ മാത്രം നമ്മള് കൊളത്തിയാൽ മതി എന്ന് തോന്നുന്നു. റെസ്പോൺസസ് വരാറുണ്ട്. എനിക്ക് ഭയങ്കര ആൾക്കാർ ഭയങ്കര മൂവ് ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ കണ്ടന്റ് കണ്ടിട്ട്. അങ്ങനത്തെ റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ഉണ്ടായി. അവര് ചിലരൊക്കെ വന്ന് കമന്റ് ചെയ്യും, ഇതിന്റെ അടുത്ത എപ്പിസോഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്, ഇതിന് എങ്ങനെയാണ് ഞാൻ റെസ്പോൺസ് ചെയ്തതും ഇത് തമ്മിൽ കമ്പയർ ചെയ്യുക, അങ്ങനെയൊക്കെ പറയണ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഓക്കെ കൊള്ളാലോ ഇവർ ഇങ്ങനെയൊക്കെ അതിനെ കാണുന്നത് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് വരാറുണ്ട്. അതൊരു ഭയങ്കര എഫേർട്ട് അല്ലേ അത് നമുക്ക് ചില സിനിമകളൊക്കെ ഇപ്പൊ മായാനദി കണ്ട സമയത്ത് എനിക്കൊരു മൂവ് ചെയ്തിട്ടുള്ള ഒരു വെയിറ്റ് ഫീൽ ചെയ്തിരുന്നു. ഇതേപോലെയൊക്കെ നമ്മളുടെ അടുത്തേക്ക് കമന്റ് വരും, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചെറിയൊരു മൂവ് ഉണ്ടായി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഓക്കെ, ലൈക്ക് അറ്റ്ലീസ്റ്റ് ചെറിയൊരു സെറ്റപ്പിലാണെങ്കിലും ഫിലിം മേക്കിങ്ങിൽ ഒരു സംതിങ് അച്ചീവ് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ഹായ് ഹലോ നമസ്കാരം. സൈനസത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഒക്കെ ചെയ്ത് നമ്മുടെ മനസ്സിലിടം നേടിയ കൊക്കോ വൈബ്സ് ആണ് ഇന്നിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സമയ, അനുപമ, ആര്യ. സമയ നല്ലൊരു പുതിയ പേരാണ്, ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. ആ പേരിന്റെ അർത്ഥം എന്താ? ശരിയായത് എന്നുള്ള അർത്ഥമാണ്. സമ്യക് കേട്ടോ. സമ്യക് സമ്യക് ആരാ പേരിട്ടെ? അച്ഛൻ റൈറ്ററാണ് ആക്ച്വലി. അപ്പൊ പുള്ളിക്ക് കുറച്ച് വായനാശീലമുള്ളതുകൊണ്ട് അങ്ങനെ വന്ന സാധനമാണ്. അച്ഛൻ്റെ കിട്ടിയിട്ടാണ് ഈ റൈറ്റിംഗ് ആയാലും ഡയറക്ഷൻ ആയാലും ഒക്കെ കിട്ടിയത് അച്ഛനിൽ നിന്നാണല്ലേ? ഇപ്പൊ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന സമയത്ത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ വീഡിയോസിൽ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആക്ടിങ് ഭയങ്കര നാച്ചുറൽ ആക്ടിങ് ആണ്. നമുക്ക് ആ ഫീലിംഗ് കറക്റ്റ് കിട്ടും. ശരിക്കും ഇത് ഡയറക്ടറിന്റെ നിർദ്ദേശത്തിൽ വരുന്നതാണോ? നിങ്ങൾ വരുന്നത് എങ്ങനെ ഇതിന്റെ പരിപാടി? ശരിക്കും എങ്ങനെയാണ് മേക്കിംഗ് ഒക്കെ? മേക്കിംഗ് അല്ല, ആക്ച്വലി സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ നോയ്സി ആയിട്ടുള്ള ത്രെഡുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലെന്താ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കുറച്ച് ശാന്തമായിട്ട് ചെയ്യാം എന്നുള്ളതായത്. പിന്നെ ശാന്തമായിട്ട് എഴുതാനും കുറച്ച് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ തുടങ്ങിയതാണ് ആ ഒരു ഐഡിയയില്. അപ്പൊ അത് ക്ലിക്ക് ആയപ്പോ പിന്നെ അതൊരു സ്റ്റൈലായി മാറിയതാണ്. അല്ലാതെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടില്ല ഒരു സ്ലോ മോഡ് പിടിക്കാം? സ്ലോ മോഡ് അതാ പറഞ്ഞേ, ഈ നോയ്സി ആയിട്ടുള്ള കണ്ടന്റുകളാണല്ലോ ഫുള്ളുള്ള. നമുക്ക് ഇതുവരെയും തോന്നുന്നു അങ്ങനെ തന്നെയാണ്. കുറെ പേർക്ക് പെട്ടെന്ന് ചളി അടിക്കലും അങ്ങനത്തെ കുറെ സംഭവം നമുക്കത് അറിയില്ല ബേസിക്കലി.
അപ്പൊ നമുക്ക് എന്താ അറിയാന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഒരു സ്ലോ ആയിട്ട് പിടിച്ചതാണ് ആക്ച്വലി. ഓക്കെ, ഇപ്പൊ ഒരു ടീം ബിൽഡ് ചെയ്യാന്ന് പറയുന്നതും ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതേപോലത്തെ കോണ്ടന്റ് വീഡിയോസ് ചെയ്യണം, പക്ഷെ ഒരു ക്യാമറ, എഡിറ്റിംഗ്, നല്ല കാസ്റ്റിംഗ് വരണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഈ 100% നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുക. ഈ കൊക്കോ വൈബ്സ് ടീം എങ്ങനെയാ ബിൽഡ് ആവണേ? ഇതെല്ലാം ഒരാളിൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ചെയ്യുന്നത് സമ്മിക്കേട്ടൻ തന്നെയാണ്. ക്യാമറ, എഡിറ്റിംഗ്, റൈറ്റിംഗ്, ആക്ടിങ് എല്ലാം. അത് ആക്ച്വലി എന്താ സംഭവിച്ചാൽ ഞങ്ങളുടെ ടീമിൽ ഒരു 10-30 ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ കോവിഡ് കണ്ട് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര കടം ആയി, ബാധ്യതകളായിട്ട് ഇതിലൊരു 17-18 ആൾക്കാര് ദുബായ്, ഗൾഫ് കൺട്രീസിലേക്ക് പോയി. കുറച്ച് പേര് ജർമ്മനി, UK അങ്ങനെ ഡിസ്പേഴ്സ് ആയപ്പോ ഹെൽപ്ലെസ് ആയി പോയതാണ് ബേസിക് ആയിട്ട്. അതിൽ അല്ലെങ്കിൽ പിന്നെ ക്യാമറ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ ടീമിൽ. യൂട്യൂബിൽ ആക്ച്വലി ആദ്യം ചെയ്തിരുന്ന സമയത്ത് നമുക്ക് ക്യാമറ ചെയ്യാനൊക്കെ വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് അവരും പോയപ്പോ പിന്നെ വേറൊരു ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്താനും പറ്റാതെ കൂടിയിട്ട് പിന്നെ അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ അവരൊപ്പം നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ, ക്യാമറ ചെയ്യാൻ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയാസ്. ഫ്രെയിംസ് ഒക്കെ നോക്കിയാൽ അറിയാം, ഭയങ്കര രസമൊന്നുമില്ല, പക്ഷെ ഒരു കുഴപ്പമില്ല, ഒരു സ്റ്റാൻഡേർഡ് താഴെ പോവാതെ ഇത് കീപ്പ് ചെയ്യാന്നുള്ളതാണ്. അതെ, ഇപ്പൊ വന്ന് നിങ്ങൾ എല്ലാവരും കൂടെ പഠിച്ചോ? പഠിപ്പിച്ചു ക്യാമറ ബാക്കി കാര്യങ്ങളും അറിയില്ല, ഫ്രെയിം ഒക്കെ ഏകദേശം മനസ്സിലാക്കി. ഓക്കെ, ഇപ്പൊ നിങ്ങളെല്ലാവരും ഇപ്പം എല്ലാവരും ഫ്രണ്ട്സ് ആണോ? എങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ 3 പേരാണ് ഇപ്പൊ ഉള്ളത്, ഇനിയും ആളുകളുണ്ട്. സോ നിങ്ങൾ എങ്ങനെയാ ഇതിന്റെ പാർട്ടാവുന്നത്? എങ്ങനെയാ? അത് കാസ്റ്റിംഗ് കോൾ ആയിരുന്നു 2019 കൊക്കോ താൽക്കാലികമായി പൂട്ടിപ്പോയ സമയത്ത്. അല്ല, യാഥാർത്ഥ്യമാണ്. ആ ഒരു സമയത്ത് വന്ന കാസ്റ്റിംഗ്, ലാസ്റ്റത്തേന് വേണ്ടിയിട്ട് എന്തോ വന്ന കാസ്റ്റിംഗ് കോൾ ആയിരുന്നു. പിന്നെ അത് നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്തപ്പോ വിളിച്ചു. അങ്ങനെ അന്ന് ഞാൻ കൊക്കോയില് വരുന്നത്. ആരെങ്ങനെയാ? ഞാന് ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോസ് കണ്ടിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യലുണ്ട്. കൊക്കോയിറ്റ്സ് അന്ന് ഇവർക്ക് അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ല. അന്ന് 2K സംതിങ് എന്റെ ഫോളോവേഴ്സേ ഉള്ളൂ. പക്ഷെ നല്ല കണ്ടന്റുകളാണ്, നമ്മള് സ്ഥിരമായിട്ട് കാണുന്ന സാധനമല്ല, എന്തോ ഒരു പ്രത്യേകത ഉണ്ട് പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഇവര് കാസ്റ്റിംഗ് കോൾ ഇട്ടത്. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചു, റിപ്ലൈ തന്നു. പിന്നെ അടുത്ത ദിവസം തന്നെ ഷൂട്ട് ചെയ്യാൻ വരാൻ പറഞ്ഞു. അവർക്കന്ന് എന്താ ആക്ട്രസിന് കിട്ടാത്ത വിഷമമുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ആയിരിക്കില്ല. ഇപ്പൊ ആര്യന് ഇപ്പൊ ഒത്തിരി പേര് ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ടീമിന്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ സോ അങ്ങനെയുള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാറുണ്ട്, പുതിയ ആളുകൾക്ക്. പുതിയതിനേക്കാൾ ഉപരി എനിക്ക് താല്പര്യമുള്ളത് ആക്ച്വലി സംതിങ് യുണീക്ക് ആയിട്ടുള്ളൊരു ഫേസും ആയിരിക്കൊരു പ്രത്യേകതരാണ്. അനുപമയോ അങ്ങനെ തന്നെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്. അത് ആക്ച്വലി ഒരുപാട് ഞാൻ മുന്നിൽ കണ്ടിട്ടില്ല. പക്ഷെ അതാണ് നമ്മൾ ആക്ച്വലി റിയൽ ലൈഫില് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫാൻ ബേസ് ഉള്ളതെന്ന് തോന്നുന്നു എനിക്ക്. ബോയ്സിന്റെ ഇടയിലൊക്കെ ഇവരുടെ ഈ ഒരു സ്റ്റൈലിനൊക്കെ ഭയങ്കര ഒരു ഫെയർനെസിന്റെ ആയാലും എല്ലാം ഉണ്ടല്ലോ. അതൊരു സിനിമയുടെ ഒരു എന്താ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. അതിന് മാത്രം കുറച്ച് ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ട് കാസ്റ്റ് ചെയ്യണതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അതൊരു യുണീക്നെസ് ആയിട്ട് എനിക്കിഷ്ടമുള്ളൊരു ടൈപ്പ് ഓഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, അത് വിരൽ കണ്ടുകൊണ്ടാണ് മേ ബി ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത്. സംസാരിക്കുന്ന രീതിയിലായാലും എല്ലാം. പക്ഷെ ഓക്കെ, നിങ്ങൾ ഇതിന്റെ പാട്ടാവുന്ന സമയത്ത് ഇപ്പോഴും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഡയറക്ടർ ഓൾറെഡി ശ്രദ്ധിക്കുന്നുണ്ട്. ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ട് ആളാണല്ലോ നോക്കണേ. സോ തിരിച്ചും ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ ഇതുപോലെ കാര്യങ്ങൾ, ആൾക്ക് കൃത്യമായിട്ട് നിർബന്ധങ്ങളുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ ഇഷ്ടത്തിന് വിടും. എന്നിട്ട് പുള്ളി ഉദ്ദേശിക്കുന്ന സാധനം കിട്ടിയില്ലെങ്കിൽ ഓക്കെ ഇതിങ്ങനെ ചെയ്താൽ ബെറ്റർ ആവും എന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സാധനം ഉണ്ടാവില്ല, അത് കിട്ടാനാ ഫസ്റ്റ് ട്രൈ ചെയ്യാം. എന്നിട്ട് റെഡി ആവുന്നില്ല എന്ന് കണ്ട ആള് പറഞ്ഞു. അതെ അതെ, മെയിൻ ആയിട്ടും നമ്മളോട് ആദ്യം ചെയ്തോളാൻ പറയും. പിന്നെ ആള് ഇംപ്രവൈസേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആള് പറഞ്ഞു തരും. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണോ? അത്ര സ്ട്രിക്റ്റ് അല്ല, നമുക്ക് നമ്മുടെ സ്പേസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ സ്ട്രിക്ട്നെസ് ഒന്നും സ്ട്രിക്റ്റ് ആയി കഴിയുമ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യണത് നാളെ തൊട്ട് പറയില്ല. അത് ചേട്ടാ ടോട്ടൽ എത്ര നായികമാര് വന്നു പോയിട്ടുണ്ട്? നായികമാര് 8 പേര് 9 പേര് വന്നു പോയിട്ടുണ്ട്. പിന്നെ വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളവർ അങ്ങനെ നിന്നേ ഉള്ളൂ. പിന്നെ ചിലര് അങ്ങനെ മാറിപ്പോയി. അങ്ങനെ എനിക്ക് ആര്യാണ് കുറച്ചും കൂടെ അനുപമ ആര്യാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അതെ അതെ, ആരൊക്കെയാണ് ഫാൻസ് ശരിക്കും റെസ്പോൺസ് എങ്ങനെയാ? ഇപ്പൊ ഓൾറെഡി ഇൻസ്റ്റയിലൂടെ നിങ്ങളുടെ വീഡിയോസ് കാണുന്നവരാണ്. ഇപ്പൊ എപ്പം എത്ര നാൾ മുമ്പ് ഇട്ടാലും ഞങ്ങളുടെ ഈ ഫീൽഡിൽ നിങ്ങളുടെ ഓരോ തവണ കാണാറുമുണ്ട്. സോ ആളുകളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാ ശരിക്കും?
ഇപ്പൊ ശരിക്കും നമ്മൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ ആൾക്കാര് നമ്മളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതൊക്കെ പുതിയ എക്സ്പീരിയൻസാ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മെസ്സേജസ് വരും നമ്മൾ ഇഷ്ടാന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ വരും. ഇതിന് മുന്നിൽ നമുക്ക് സോഷ്യൽ മീഡിയ ത്രൂ അങ്ങനെ കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണുമ്പോ വീഡിയോ ചെയ്യുന്ന ചേച്ചിയല്ലേ, പുറത്തൊക്കെ വെച്ച് കാണുമ്പോ ചോദിക്കും, ചേച്ചി ഇവിടെയൊക്കെ വരുമോ അങ്ങനെയൊക്കെ ചോദിക്കും. നമ്മള് റേഷൻ കടയിലൊക്കെ പോകുമ്പോ ചോദിക്കും, ചേച്ചി റേഷൻ കടയിലൊക്കെ വരുമോ അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ എന്തെങ്കിലും ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് AC കാണാത്ത ആളുകളല്ലേ ശരിക്കും. എങ്ങനെയാ അത്? എനിക്കത് ഓൾറെഡി ഫേസ് ഇപ്പൊ ഫെമിലിയർ ആണ്, പുറത്തു പോകുമ്പോ എങ്ങനെയാ? ആക്ച്വലി അങ്ങനെയാണ് തോന്നുന്നത്, അറിയില്ല. പുറത്തു പോകുമ്പോ എനിക്ക് റെസ്പോൺസസ് വരാറുണ്ട്. എനിക്ക് ഭയങ്കര ആൾക്കാർ ഭയങ്കര മൂവ് ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ കണ്ടന്റ് കണ്ടിട്ട്. അങ്ങനത്തെ റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ഉണ്ടായി. മാറ്റങ്ങൾ ഉണ്ടാവും. അവര് ചിലരൊക്കെ വന്ന് കമന്റ് ചെയ്യും, ഇതിന്റെ അടുത്ത എപ്പിസോഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്, ഇതിന് എങ്ങനെയാണ് ഞാൻ റെസ്പോൺസ് ചെയ്തതും ഇത് തമ്മിൽ കമ്പയർ ചെയ്യുക, അങ്ങനെയൊക്കെ പറയണ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഓക്കെ കൊള്ളാലോ ഇവർ ഇങ്ങനെയൊക്കെ അതിനെ കാണുന്നത് പറയുമ്പോ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അത് ഭയങ്കരമായിട്ട് വരാറുണ്ട്. അതൊരു ഭയങ്കര എഫേർട്ട് അല്ലേ അത്. അതൊരു സന്തോഷം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇത്രയധികം കമന്റ്സ് അല്ലെങ്കിൽ മെസ്സേജസ് വരുന്നതിൽ നിങ്ങൾക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ച എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടോ? ഇതാ ഞാൻ പറഞ്ഞ ലൈക്ക് അവര് എന്താ പറയാ, അവര് മൂവ് ചെയ്തെന്ന് പറയില്ലേ, നമ്മളെ ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ അത് നമുക്ക് ചില സിനിമകളൊക്കെ ഇപ്പൊ മായാനദി കണ്ട സമയത്ത് എനിക്കൊരു മൂവ് ചെയ്തിട്ടുള്ള ഒരു വെയിറ്റ് ഫീൽ ചെയ്തിരുന്നു. ഇതേപോലെയൊക്കെ നമ്മളുടെ അടുത്തേക്ക് കമന്റ് വരും, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചെറിയൊരു മൂവ് ഉണ്ടായി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഓക്കെ, ലൈക്ക് അറ്റ്ലീസ്റ്റ് ചെറിയൊരു സെറ്റപ്പിലാണെങ്കിലും ഫിലിം മേക്കിങ്ങിൽ ഒരു സംതിങ് അച്ചീവ് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ്. സന്തോഷമുണ്ട്. എനിക്ക് 2019 എനിക്ക് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഇപ്പോഴാണ് കുറെ പേര് വിചാരിക്കുന്നത് റീസെന്റ് ആയിട്ട് വീഡിയോസ് ചെയ്ത ഒരു ടീമായിട്ടാണ്. സോ അതെങ്ങനെ ഈ ഒരു 3 വർഷം അത് വെയിറ്റ് ചെയ്തു. ഇപ്പം വേണമെങ്കിൽ നമുക്കത് വിട്ട് ഈ പറഞ്ഞ പോലെ മറ്റൊരു ഫ്രണ്ട്സ് പോയ പോലെ പുറത്തേക്ക് പോവാം, മറ്റു ജോലിയിൽ പോവാം. പക്ഷെ അത്രയും വെയിറ്റ് ചെയ്ത് ഇപ്പൊ കിട്ടുന്ന റിസൾട്ടിനെ എങ്ങനെയാ കാണുന്നത്? റിസൾട്ടിന് എന്താ പറയാ, ഞാൻ ആക്ച്വലി നിങ്ങളെ മുന്നേ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതേപോലെ എറണാകുളത്ത് ഒരു ഇന്റർവ്യൂസിന്റെ ക്യാമറ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നിങ്ങളവിടെ ആങ്കറിങ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെ ആക്ച്വലി കണ്ടിട്ടുണ്ട്. അന്ന് ആക്ച്വലി എന്തുകൊണ്ടാണ് ഞാൻ ഓർക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ള ആങ്കേഴ്സ് ഒക്കെ നമ്മൾ ചെറിയൊരു ചാനലാണ്, നമ്മൾ നോക്കി ചിരിച്ചിട്ട് പോലും, പക്ഷെ നിങ്ങൾ ചിരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മൈൻഡിൽ നിൽക്കണ്ടത് ആക്ച്വലി. പിന്നെ ആ വീഡിയോസ് കാണുമ്പോൾ അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് അങ്ങനെ കണ്ട ഒരാൾ ഇന്ന് നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പക്ഷെ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ടൈം എടുത്തിട്ടായാലും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക, അല്ലെ ആ റിസൾട്ടിനെ കുറിച്ച് ആളുകളെ സംസാരിക്കാന്ന് പറയുന്നത് ഒരു, അല്ലെങ്കിൽ ആ ഒരു പാഷന്റെ പുറകെ നിക്കാന്നും പറയുന്നതും. ഇപ്പൊ റീസെന്റ് എന്റെ ഫ്രണ്ട് പറഞ്ഞാ എല്ലാരും പോയപ്പോ നീ മാത്രം നിന്നല്ലേ പറയണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് വേറെ ജോലി ചെയ്യാൻ അറിയില്ല, എന്തോ ചെയ്യാൻ മൂഡ് വരുന്നില്ല, എന്തൊക്കെയാണ്. നിങ്ങൾ 3 പേരും വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ അതോ ഫുൾ ടൈം? ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യാണ് ശ്രീനാരായണ കോളേജ് നാട്ടിൽ. ഫുഡ് ടെക്നോളജി ആണ് സബ്ജക്ട്. ഇവിടെ ഞാൻ വീഡിയോ പ്രസന്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ റിസൈൻ ചെയ്തിട്ട് ഫ്രീലാൻസ് ആയിട്ട്. ഇപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സിനിമ, ഇപ്പൊ എല്ലാവരും കേട്ടോ, ഇപ്പൊ വെബ് സീരീസ് ചെയ്യുന്നവര്, യൂട്യൂബിൽ ഷോർട്ട് ഫിലിം ചെയ്യുന്നവര്, എല്ലാവരുടെയും ഒരു എയിം ഡ്രീം എന്ന് പറയുന്നത് സിനിമയാണ്. ഇപ്പൊ കുറെ പേരൊക്കെ സിനിമ ചെയ്തു തുടങ്ങി. നിങ്ങൾക്ക് ഒരു സിനിമ എന്നൊരു ആഗ്രഹം ഉണ്ടോ? എഴുത്ത് പരിപാടികള് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പലതും വർക്കായില്ല, ലൈക്ക് പല രീതിയിൽ വന്നു, ഡയറക്ടേഴ്സും OTT ന്നായാലും, പക്ഷെ അതൊന്നും ട്രാക്കിലേക്ക് എത്തിയില്ല. അങ്ങനെ പലതും അങ്ങനെ വന്നു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അതിലേക്ക് മേ ബി ടൈമായി ഉണ്ടാവില്ല. കറക്റ്റ് സമയത്ത് ഇപ്പൊ 90s പിള്ളേർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീഡിയോസ്. അവർക്ക് വേണ്ടി ഇപ്പൊ എപ്പോഴും 2K 90s എപ്പോഴും ഒരു സംസാരം ഉണ്ടാവുമല്ലോ സോഷ്യൽ മീഡിയയില്. അപ്പം 90s ആളുകൾക്ക് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ 90s പ്രണയം 2K പ്രണയം, അങ്ങനെ ഒരു ഡിഫറൻസ് നിങ്ങൾ കാണുന്നുണ്ടോ? എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പ്രണയത്തിന് ഒറ്റൊരു ഇമോഷൻ തന്നെയല്ലേ ഉള്ളൂ. അത് പല ജനറേഷൻ ആണെങ്കിലും അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് മേ ബി സംസാരിക്കുന്ന രീതിയിലൊക്കെ ഉള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി അവർക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തന്നെയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പല സിറ്റുവേഷൻഷിപ്പ് മറ്റൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് പ്രണയത്തിലേക്ക് വരുമ്പോ 90s കിഡിനും 2K കിഡിനും പ്രണയം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് സെയിം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതിനെ മാത്രം നമ്മള് കൊളത്തിയാൽ മതി എന്ന് തോന്നുന്നു എനിക്ക് വീഡിയോസിൽ. ആ ഒറ്റ പോയിന്റ് മാത്രമാണ് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ അത് മാത്രം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചില റെസ്പോൺസ് ഒക്കെ കിട്ടുന്നത് ആക്ച്വലി 2K കിഡ്സിന് ഭയങ്കരമായിട്ട് പ്രണയിക്കാനൊക്കെ ഉള്ള ഭയങ്കര ഒരു ആഗ്രഹം
അവർക്കുണ്ട് ആ ഒരു 90s കിഡിനുള്ള പോലത്തെ ആ ഒരു പ്രണയം, ഒരു സ്ലോ എസ്തെറ്റിക് പ്രേമമുണ്ടല്ലോ, അവർക്കത് ഇഷ്ടമാണ്. അവർക്കത് റിയൽ ലൈഫിൽ ഇല്ലാത്തതിന്റെ ഒരു റിഗ്രറ്റോ സങ്കടമോ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ അവർക്ക് റിയൽ ലൈഫിൽ മേ ബി അവര് എന്താ പറയാ അവരുടെ സറൗണ്ടിങ്ങിൽ അത് താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ അവർ മീറ്റ് ചെയ്യുന്ന ആൾക്കാര്, മേ ബി ചൂസ് ചെയ്യുന്ന ആൾക്കാര്. കുട്ടിയോട് ചോദിച്ചാൽ അവര് പറയുന്നത് 90s പ്രണയം, അവരുടെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാന്ന് പറയും. നിങ്ങളുടെ ഒരു കോൺസെപ്റ്റില് എന്താണ് പ്രണയം ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു വ്യൂ പോയിന്റിൽ എന്താണ് പ്രണയം? ആര് തന്നെ പറയും. ഇത്രയും പ്രണയ വീഡിയോസിൽ നായികയെ വന്നിട്ട് കുറെ ബമ്പിച്ച് ഡയലോഗ് പറയുന്ന ആളാ. എന്താണ് ഇത് എക്സാമിന് പോയിരുന്ന പോലെ ക്വസ്റ്റ്യൻ ഇങ്ങനെ എറിഞ്ഞോണ്ടിരിക്കും. ഞാൻ ഒന്നിങ്ങനെ അവിടെ ചോദിക്കുമ്പോൾ ഇനിയിപ്പോ എന്റെ അടുത്തേക്ക് വരുമായിരിക്കും, അത് പ്രോസസ് ചെയ്യുമ്പോൾ വേറെ ചോദ്യം വീഡിയോ നമ്മളെപ്പോഴും ക്യാരക്ടറിൽ കാണുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് രണ്ടായിരിക്കും. എനിക്കൊന്ന് ഭയങ്കര കുട്ടിത്തുള്ള കാണുമ്പോ കുറച്ച് കണ്ണട വെച്ച് മെച്ചൂരിറ്റി ഫീൽ ഉണ്ടെങ്കിലും ഭയങ്കര പൊട്ടത്തരം. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് ഭയങ്കര ഏറെ ആൾക്കാരേ ഉള്ളൂ കേട്ടോ, അതും കൂടി എടുത്ത് പറയുന്നത്. പോസിറ്റീവായിട്ട്, നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ട് ജെന്യുവൻ ആയിട്ട് ഫീൽ ചെയ്യുമ്പോ എങ്ങനെയാണ് ആര്യയുടെ പ്രണയം? മറന്നുപോയിരുന്നു. ഇപ്പൊ ഫാൻസ് എല്ലാവരും ആര്യ ഇതെന്താ പറയണേന്ന് കട്ട് ചെയ്തിടും. കാരണം ഫാൻസ് എല്ലാവരും ക്വസ്റ്റ്യൻ നേരത്തെ തരായിരുന്നു. പ്രണയം എന്താ, അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. ഇപ്പൊ ആര്യയുടെ പ്രണയം എന്താണെന്ന് വെച്ചാ ഇതിനായിരുന്നു ഞാനിപ്പോ ഇപ്പൊ അങ്ങോട്ട് പറയൂ. ഈ രണ്ടുപേരും കിട്ടുമ്പോ സമയം തരാം. ഓക്കെ, സമയം തരാം. യെസ്, അനുഭവം പറഞ്ഞോളൂ. എന്താണ് നിന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്റെ പ്രണയം എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുമ്പോ ആള്, അത് മാത്രമാണ് എന്റെ പ്രണയം. ലൈക് കംപ്ലീറ്റ് എന്തായാലും ഞാനാണ് ക്വസ്റ്റ്യൻ കൊടുക്കാറ്. ഇപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എന്താണ് പ്രണയം എന്താ തോന്നിയിട്ടില്ല ശരിക്കും? ഇപ്പൊ കൊറേ പേര് പറയല്ലോ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു പ്രണയാന്ന് പറയാറുണ്ട്. എല്ലാത്തിലും വേണം, ലൈക്ക് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടിങ് വേണം. അപ്സ് ആൻഡ് ഡൗൺസിൽ കംപ്ലീറ്റ്ലി നിൽക്കുക, അത് ആ ഒരു ഇത്. ലൈക്ക് നമ്മളും അങ്ങനെ വേണം, ഇങ്ങോട്ടുള്ളതും ഒരേപോലെ ഒരേ വേവ് ലെങ്ത്തിൽ പോകണം, പാരലൽ ലൈൻസ് ആയിട്ട് പോകണം. ഓക്കെ, അങ്ങനെ പോകുന്നതാണ് തോന്നുന്നു പ്രണയം എന്ന് പറയുന്നത്. ലവ് ആണ് എനിക്കിഷ്ടം. ഓക്കെ, ക്രിഞ്ച് പരിപാടി മെച്ചേർഡ് ലവ് ആണ് എനിക്കിഷ്ടം. ഇഷ്ടം. ഓക്കെ, എനിക്ക് തോന്നിയതെന്ന് വെച്ചാലേ, ഈ പ്രണയം എന്ന് വെച്ചാല് ഒരു പേഴ്സണോട് തോന്നുന്നു മാത്രമല്ല, നമുക്ക് എന്തിനോട് വേണമെങ്കിലും പ്രണയം തോന്നാൻ തോന്നും. എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നുണ്ട് എന്റെ കൺസെപ്റ്റിൽ പ്രണയം അതാണ്. ഇപ്പൊ ചിലപ്പോ ഒരു പൂവിനോട് പ്രണയം തോന്നാം, ചിലപ്പോ ഒരു വസ്തുവിനോട് പ്രണയം തോന്നാം. ഇപ്പൊ ഞാൻ ഇപ്പം പണ്ട് മുതലേ ഉള്ളതിന്റെ ഒരു കൊടയുണ്ട്, അതെന്നോട് ഒരു പുള്ളിക്കൊട, അതെന്നോട് ഒഴിവാക്കാൻ പലരും പറയും, ഇത്രയും പഴയ സാധനം കൊണ്ട് എടുക്കണം. പക്ഷെ എനിക്ക് അതിനോട് പ്രണയമാണ്, നമുക്ക് കളയാൻ തോന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ഫീലിംഗ് ആണ്, അതാണ് പ്രണയം. അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിനോട് തോന്നുന്നതെല്ലാം തോന്നും. പിന്നെ എല്ലാത്തിനോടും നമുക്ക് പ്രണയം, എല്ലാത്തിനോടും നല്ല നമുക്ക് എന്താ അത്രയൊക്കെ തന്നെ എഴുതാറുണ്ടോ? രസമായിട്ട് പറഞ്ഞു, വെറുതെ അല്ലേ ഇവരെ പറയണ കേട്ടോ. കറക്റ്റ് ആണ്. നമ്മളൊരു ബുക്കൊക്കെ വായിച്ച് തീർത്ത പോലെ വായിക്കും. ഓക്കെ, ഇവര് ഹെൽപ്പ് ചെയ്യാറുണ്ടോ സ്ക്രിപ്റ്റിൽ? ഇപ്പൊ നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഓൾറെഡി ആള് തന്നെ ആയിരിക്കും. സ്ക്രിപ്റ്റില് ഹെൽപ്പ് ചെയ്യാറില്ല, ലൈക്ക് ആ സ്പോട്ടിൽ സംതിങ് ഇൻപുട്ട്. നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം സ്ട്രൈക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആൾ അതിനെ വർക്ക്ഔട്ട് ചെയ്യും എന്നുള്ളതാണ്, അല്ലാണ്ട് നമ്മളായിട്ടൊന്നും അങ്ങോട്ട് കൊടുക്കില്ല. സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ തലേദിവസമൊക്കെയാണ് കൊടുക്കാറ്. ലേശം മടിയുള്ള കൂട്ടത്തിലാണ് അതൊക്കെ. ഞാൻ കണ്ടായിരുന്നു ഇന്റർവ്യൂ. ഓക്കെ, അപ്പൊ ഡയറക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് പ്രണയം? പ്രണയം എന്റെ വീഡിയോസിൽ പറയണതൊക്കെ തന്നെയാന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിന്റെ ഒരു കോൺസെപ്റ്റുകൾ അങ്ങനെ അതിന് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സംതിങ് മോർ ദാൻ ദാറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഭാഗമാണല്ലോ, ഒരു ഭാഗം, ഒരു പുതിയൊരു ഭാഗം. അങ്ങനെ ആ ഒരു ഭാഗത്തിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന എല്ലാം പ്രണയമാണ്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത്ര
ഇത്രയധികം ഇപ്പൊ പൊതുവെ ആളുകൾ പറയും ഇനി എന്താ പ്രണയത്തെ കുറിച്ച് സംസാരിക്കും. ഇപ്പൊ ഒരുപാട് സിനിമകളിലായാലും വെബ് സീരീസിലായാലും ഷോർട്ട് ഫിലിം റീൽസ് കോണ്ടന്റിലായാലും പ്രണയത്തെ കുറിച്ച് ഒരുപാട് പല ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ എങ്ങനെ പ്രണയത്തെ കുറിച്ച് സംസാരിക്കും, ഇനി എന്താ പറയാൻ ബാക്കിയുള്ളതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഒരു കോണ്ടന്റ് ചെയ്യുന്ന സമയത്ത് സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ വിഷയത്തിൽ നിങ്ങൾക്കൊരു ഇനി നെക്സ്റ്റ് എന്ത് വേണം അങ്ങനെ ഒരു ടെൻഷൻ കൺഫ്യൂഷൻസ് വരാറുണ്ടോ? കൺഫ്യൂഷൻസ് ആക്ച്വലി വരാറില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഞാൻ മറ്റേ ഓക്കെ കൺമണി ഫിലിമിൽ ആ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ആ ഏജിലും പ്രേമിക്കുന്നതായിട്ട് അതുപോലത്തെ ഒരുപാട് പേരുണ്ടല്ലോ റിയൽ ലൈഫിൽ. നമ്മൾ അങ്ങനെ റിയൽ ലൈഫിൽ ഒരുപാട് പേരെ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏജ് അല്ല ഈ പ്രണയം എന്ന് പറയുന്നതിന് ഈ പറഞ്ഞ പോലെ ഏജ് ഒരു മാറ്റർ അല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ വയസ്സായി 50 വയസ്സായിട്ടുള്ള ആളാണെങ്കിൽ 50 വയസ്സായുള്ള പ്രണയവും ചിലപ്പോൾ സ്റ്റോറി ആക്കാം. മേ ബി എനിക്ക് അതാവപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് അതാവപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ നമ്മൾ കാണുന്ന നമ്മുടെ സറൗണ്ടിങ്ങിൽ കാണുന്ന എല്ലാം മേ ബി നമുക്ക് സംതിങ് ഒരു വേർഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ തോന്നുന്നു. ഇതിന്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ, ഒരു കഥ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ, ആ ഐഡിയയിലേക്ക് പിന്നെ അത് ആഡ് ചെയ്താൽ മാത്രം മതി. ആ സംതിങ് ഒറ്റൊരു ലൈൻ. ഇപ്പൊ ഇത്രയധികം നിങ്ങളുടെ തന്നെ വീഡിയോസിൽ ഞാൻ കാണുന്ന സമയത്ത് ഇപ്പൊ എഴുതുന്ന ആളാണ് സ്ക്രിപ്റ്റിൽ വരെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ഇത്രയധികം കഥകൾ ഇങ്ങനെ കിട്ടും. അതായത് ഒന്നെങ്കിൽ നമ്മുടെ ഓൺ എക്സ്പീരിയൻസ് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവേഷൻ അതിനൊരു ഭാഗമാവാം. പക്ഷെ ഒരു പ്രണയത്തിലേക്ക് ഇത്രയധികം എക്സ്പീരിയൻസ് എനിക്ക് അറിയില്ല. സോ എങ്ങനെയാ അതിന്റെ ഈ പ്രോസസ്സിങ്, എങ്ങനെയാ ഇതിന്റെ റൈറ്റിംഗ്? അതാ ഞാൻ പറഞ്ഞത്. ആക്ച്വലി ഇപ്പോ ഒരു ഫാഷൻ ഡിസൈനർക്ക് പലതരത്തിലുള്ള ഡ്രസ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. മേ ബി ഒരു എഴുതാനുള്ള ഒരു സ്കില്ലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സ്വയമായിട്ട് ഞാൻ എഴുതാൻ അറിയുന്ന ഒരാളെന്നുള്ളത് പ്രൗഡായിട്ട് പറയണല്ല, അതാ അതിന്റെ ഒരു റിയാലിറ്റി അതാന്നുണ്ട്. അതിനെ നമുക്ക് റിയൽ ലൈഫ് എന്നുള്ള ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചിലപ്പോ ഒരാള് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ സംസാരിക്കുന്ന സമയത്ത് ഒരാള് പ്രണയത്തെ കുറിച്ച് സംതിങ് ഒരു ഒറ്റ ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ, ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഇഷ്ടം പോലെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ചെറുപ്പം തൊട്ടിട്ടേ നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നഴ്സറി പഠിക്കുമ്പോ വരെ നമ്മുടെ ഉള്ളിൽ ചിലപ്പോ ഒരാളെ കണ്ട ഒരു സാധനം ഉണ്ടാവും. പിന്നെ അവിടുന്ന് ഏതെങ്കിലും ഫെസ്റ്റിവലിൽ കണ്ടതുണ്ടാവും. ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ നടക്കുന്നില്ലേ, സംതിങ് അതിനെ ഉണർത്തിയാ പോരെ. മനസ്സിലായില്ലേ? നമ്മൾ എത്ര പേരെ കണ്ടിട്ടുണ്ടാവും? ഒരു 10,000 ആൾക്കാരെ കണ്ടിട്ടുണ്ടാവില്ല. 10,000 ആൾക്കാർ 10,000 കഥകളല്ലേ, അല്ലെങ്കിൽ 1,00,000 ആൾക്കാരിന് 1,00,000 കഥകളല്ലേ. എനിക്ക് തോന്നുന്നു അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമൊന്നുണ്ട്. ആ ഒരു സെൻസ് കിട്ടിയാൽ മതി തോന്നുന്നു എനിക്ക്. എഴുതാൻ പറ്റുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സംതിങ് ഒരു പുതിയൊരു വേർഡോ ഒരു പുതിയൊരു ലൈൻ അല്ലെങ്കിൽ പുതിയൊരു സിറ്റുവേഷൻ, ഇത്രേ ഉള്ളൂ തോന്നുന്നത്. ഈ ഇൻസ്റ്റഗ്രാമില് ഈ പ്രപ്പോസൽസ് വരാറുണ്ടോ? കാരണം ഇത്രയും പ്രണയത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴേ ഇയാളുടെ ഒരു കാമുകിയായിരുന്നെങ്കിൽ ഇത്രയധികം പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാള് കൊറേ ഉണ്ടോ പ്രപ്പോസൽസ്? അല്ലേ, ചിലർക്കൊക്കെ ഇഷ്ടമാണെന്നല്ലോ, അതൊക്കെ ആ റീൽ കണ്ടിട്ടുള്ള അല്ലേ, അത് ഞാനല്ലല്ലോ. അതെ, അവര് ഇഷ്ടപ്പെടുന്നത് മേ ബി തോന്നുന്നു ആ സോഫ്റ്റ് ബോയ് ക്യാരക്ടറിനെയാണ്. ഞാൻ അത്ര സോഫ്റ്റ് ഒന്നുമല്ല. അപ്പൊ പിന്നെ ഞാൻ അൺസർട്ടൻ ആയിട്ടുള്ള ഒരാളായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അതിനോട് ചില സമയത്തൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഓക്കെ നല്ല ഫീൽസ് ഒന്നും കൊള്ളാം, ഇവർക്ക് നമ്മൾ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോ ഫീൽ നൈസ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിനെ നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ തന്നെ ഞാൻ മൂടാനല്ല, അത് കാണാൻ ഇഷ്ടപ്പെടും. അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ചെയ്തതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു, എല്ലാം ഫേവറേറ്റ് ആണ്, എല്ലാ മക്കളും തന്നെയാണ്. സോ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഏതാണ്? എന്റെ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് അഭിന ജാവ ചോടുക്കറും ആർട്ട് ഓഫ് ബീങ് റോക്ക് സ്കിപ്പിങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, നിങ്ങളുടെ രണ്ടുപേരുടെ? എനിക്ക് ആര്യയുടെ ഒരു വീഡിയോ ഉണ്ട്, ഫസ്റ്റ് വീഡിയോ, അത് എനിക്ക് ഇഷ്ടം. പിന്നെ എന്റെ ഫസ്റ്റ് വീഡിയോ അത് ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് ഇവരുടെ ഡേറ്റിംഗ് ആഫ്റ്റർ 26 വീഡിയോ ഉണ്ട്, അത് കൊള്ളാവുന്നതാണ്. ഓക്കെ, ആൻഡ് ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത്രയധികം ഒരു ചെറിയൊരു ത്രെഡ് തന്നാ അത് കഥയായിട്ട് ചെയ്യുന്ന ഒരാളല്ലേ, ഒരു ടാസ്ക് തരട്ടെ? തരുമ്പോ ഒരാൾക്ക് മാത്രം തരാൻ പറ്റില്ല, 3 പേർക്ക് ഒരുമിച്ച് തരണം. ഓക്കെ, റെഡി അല്ലേ? സോ ഇതൊരു പ്രപ്പോസൽ സീൻ, സിമ്പിൾ പ്രപ്പോസ്. കഥ ഞാൻ തുടക്കത്തിൽ പറയാം. നിങ്ങൾ 3 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, ആൻഡ് ഒരുമിച്ച് അഭിനയിച്ച് കാണിക്കാനാണോ? നിങ്ങളുടെ ലൈവ് ആയിട്ടുള്ള എങ്ങനെയായിരിക്കും പെർഫോമൻസ് കാണാൻ? സോ സിമ്പിൾ ആയിരിക്കും. അപ്പതേ നിങ്ങൾ 3 പേര് ഫ്രണ്ട്സ് ആണ്. അപ്പതേ ആൾക്ക് ആര്യയോട് ഒരു ഇഷ്ടം, ഫ്രണ്ട്സ് ആയിരിക്കും തന്നെ. നിങ്ങൾ 3 പേര് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരു കോഫി ഷോപ്പിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഒരുമിച്ച് ആള് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആള് ഫ്രണ്ട് ആയിട്ട് കൂടെ ഉണ്ടാവും. ഓക്കെ, റെഡിയാണോ?
എന്താണ് മെയിൻ റോൾ ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കിയിരിക്കാറ്. ഇത് പൊതുവെ ആയിരിക്കും ട്ടോ Support doubt ചെയ്ത് വരിക. കഥ പറഞ്ഞു കൊടുക്കുമ്പോ ഏറ്റവും കൂടുതൽ ഡൗട്ട് വരിക അത് മനസ്സിലായി. ഞാൻ പഠിച്ചിട്ടാണ് ഓക്കെ തുടങ്ങിയാലോ? എനിക്ക് ഡയലോഗിലൊക്കെ ചെയ്യാൻ പറ്റില്ല. ഡയറക്ടർ പറയും ലൈവായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കിട്ടില്ല നരേറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഇരുന്നോ? അഭിനയിക്കണോ വന്നിരിക്കണോ? പിടിക്കില്ലേ നിങ്ങള്? പിടിക്കില്ല, ഓക്കെ അല്ലേ? റെഡി? Yes, അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് ആണല്ലോ. അതായത് നിങ്ങൾ ഗേൾസിന് നിങ്ങളൊരു ഫ്രണ്ട്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ നമുക്ക് ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കാം. അപ്പം അയാളോട് നമുക്ക് എങ്ങനെയാ പറയാതെ അത് നമുക്ക് പറയാൻ പറ്റുക? അങ്ങനെയൊക്കെ അങ്ങനെ എങ്ങനെ പറയണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടം ആക്ച്വലി? ഇവനെന്തിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ല, ഞാൻ ചുമ്മാ അങ്ങനെ ഇന്നലെ ആലോചിച്ചപ്പോൾ സംഭവം ലൈക്ക് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് വിചാരിക്കുക. അത് നമുക്ക് അയാളെ ഇഷ്ടമുണ്ട്. അപ്പൊ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ നിങ്ങളല്ല കേട്ടോ, ഒബ്വിയസ്ലി, സോറി. അപ്പൊ അയാൾക്ക് നമ്മളെങ്ങനെ നമുക്ക് അയാളെ ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് അയാളോട് എങ്ങനെ നമുക്കത് ആ ഒരു പറയാതെ പറയാൻ അതിന് നമുക്ക് ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കാൻ പറ്റില്ലേ? ഇഷ്ടമാണോ അല്ലയോ, അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണ്ടല്ലോ. അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ തുറന്നു പറയണതല്ലേ നല്ലത്. എല്ലാവർക്കും എല്ലാവരുടെ മനസ്സൊന്നും വായിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ പറയണതായിരിക്കും നല്ലത്. ബെറ്റർ അതായിരിക്കും. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ത്രില്ല് പോയില്ലേ? അല്ലേ? എനിക്ക് തുറന്നു പറഞ്ഞിട്ട് ഇഷ്ടമല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പും പോയില്ലേ? ഇപ്പൊ തന്നെ നിനക്ക് ഇത്രയും പ്രായമായില്ലേ? ക്യാരക്ടർ പോയി. തകടിക്ക് തിരിച്ച് അതാര്യ പറഞ്ഞത്, അവളെ ക്യാരക്ടർ അല്ല. അതെ അതെ അതെ. ശരിക്കും നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ? അല്ല, അങ്ങനെ തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞത്. ഇഷ്ടമുണ്ടെങ്കിൽ തുറന്നു പറയണം. മിസ്സായി പോയാലോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞാലോ? അല്ലേ, നമ്മുടെ ചാൻസ് നമ്മൾ എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞില്ലേ? ഇല്ല, പ്രപ്പോസൽ നടക്കണം. പ്ലീസ്. എന്റെ ടാസ്ക് പ്രപ്പോസൽ. പറയാതെ പറ. അയ്യോ, അത് വേണ്ട, പറഞ്ഞു. പറഞ്ഞാലല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ അതെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു അതായത് അന്ന് നിന്റെ ഒരു ഫ്രണ്ടിനെ നീ പരിചയപ്പെടുത്തിയപ്പോ നീ പറഞ്ഞിരുന്നില്ലേ ഇവിടെ നിനക്ക് കറക്റ്റ് മാച്ച് ആയിരിക്കും, നിന്റെ പോലത്തെ ഒരു ഇഷ്ടങ്ങളൊക്കെയാണ് എന്നുള്ളത്. അത് ഇവളല്ലേ? ആ അതെ, അതുകൊണ്ടാണ്. അതാണ് എന്നാൽ എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. വാവ്, അമേസിംഗ് ഷോർട്ട് സ്റ്റോറി എന്നൊക്കെ. അല്ല, നീ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? മതിയില്ലേ അനുപമ, നമുക്ക് വിടാൻ ക്യാരക്ടർ. ആ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഓക്കെ പറഞ്ഞു. ഞാനെന്താ ഓക്കെ, നിനക്കിത് എന്നോട് പറയാമായിരുന്നു ആദ്യമേ. എനിക്കുള്ളോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇവളെക്കാളും മുന്നേ നീ എന്നെയല്ലേ പരിചയപ്പെട്ടെ, എനിക്ക് എൻ്റെ അടുത്ത് പറയാമായിരുന്നു. അതല്ല നിന്റെ അടുത്ത് സമ്മതം ചോദിച്ചത്? ഇവളുടെ മുന്നിൽ വെച്ച് ചോദിക്കണ്ടായിരുന്നു. സിറ്റുവേഷൻ അങ്ങനെയാ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചോദിക്കില്ലെന്നൊക്കെ. എനിക്ക് ആക്ച്വലി നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ ഇന്ന് പറയാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുമായിരുന്നു. മതിയില്ലേ?